الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിക്കുവാനും അതുവഴി പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ ആദ്യ 10 നമ്മളോട് വിട പറയാൻ നിൽക്കുന്ന, വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ സമയത്തെ സംബന്ധിച്ചും നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരാകുവാനും ആയുസ്സിലെ അവസാന സന്ദർഭങ്ങളാണോ എന്നറിയാത്ത ഈ പുണ്യ ദിനരാത്രങ്ങളെ നന്മകൾക്ക് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ്. പരിശുദ്ധ റമളാനിൻ്റെ ഓരോ സെക്കൻഡും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ശാരീരികമായ മാനസികമായ കരുത്തും തൗഫീഖും നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും
നിരവധി ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതേപോലെ നിരവധി പരാതികളും സങ്കടങ്ങളും നമുക്ക് പറയാനുണ്ട്. ഒരുപക്ഷെ വ്യക്തിപരമായി നാം അനുഭവിക്കുന്ന നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും ദുഃഖങ്ങളുമായിരിക്കും. നമ്മുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച്, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചൊക്കെ പരാതിയും സങ്കടങ്ങളുമുണ്ട്. അതുമല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് നാം ഓരോരുത്തരും. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലെ വലിയ ഒരു ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന, ഭക്ഷണം പോലും വേണ്ട പോലെ കഴിക്കാൻ അവരെ അനുവദിക്കാത്ത രീതിയിൽ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒന്നാണ് അവരുടെ പരീക്ഷയും മറ്റുമൊക്കെയായ കാര്യങ്ങൾ. അതല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് പരിതപിക്കുന്ന, സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. സർവോപരി നാം ഇനി അഭിമുഖീകരിക്കാനിരിക്കുന്ന നമ്മുടെ മരണത്തെ സംബന്ധിച്ചും ഖബറിനെ സംബന്ധിച്ചും മഹ്ശറയെ സംബന്ധിച്ചും പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഒടുങ്ങാത്ത തേട്ടങ്ങളും വേവലാതികളുമുണ്ട്. എല്ലാ മേഖലയിലും നന്മയും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിനായി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ അധ്വാനവും പരിശ്രമങ്ങളും എത്ര തന്നെ ഉണ്ടായാലും അവ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുകയില്ല, അവയൊന്നും പരിപൂർണമാവുകയില്ല. നമുക്ക് ഏറെ പരിമിതികളുണ്ട് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത വിധം നമ്മളൊക്കെ അംഗീകരിക്കുന്ന സംഗതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നിലം പാകപ്പെടുത്തി വിത്തിറക്കുവാൻ മാത്രമേ അയാൾക്ക് കഴിയുകയുള്ളൂ. ആ വിത്ത് മുളപ്പിക്കുവാൻ കൃഷിക്കാരനായ മനുഷ്യൻ അശക്തനാണ്. ഇനി മുളച്ചു വന്ന ആ വിത്ത് അത് തൈയായി ചെടിയായി വളർന്നു വന്നാൽ വെള്ളവും വളവും നൽകാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ അതിൽ കായ്കനികൾ ഉണ്ടാക്കുവാനും അത് കേടുകൂടാതെ വിളവെടുപ്പ് വരെയും എത്തിക്കുവാനും അത് ഏറ്റവും നല്ല സമൃദ്ധമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും ആസ്വദിക്കുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ, രോഗം വന്നാൽ ഡോക്ടറെ കാണാൻ നമുക്ക് സാധിക്കും. വിദഗ്ധരായ ഡോക്ടർമാരെയും ഹോസ്പിറ്റലുകളെയും തേടിപ്പിടിച്ച് ചികിത്സിക്കുവാൻ നമുക്ക് പറ്റിയേക്കും. പക്ഷെ അതിനപ്പുറത്ത് ശിഫ നൽകുവാൻ ഡോക്ടർമാർക്കോ നമുക്കോ നമ്മുടെ പരിവാരങ്ങൾക്കോ സമ്പത്തിനോ സൗകര്യങ്ങൾക്കോ ഒന്നും സാധിക്കുകയില്ല എന്ന വസ്തുത നാം അംഗീകരിച്ചേ മതിയാകൂ. അത് നമ്മളോട് ജീവിതം പലപ്പോഴായി അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിത കഥകൾ അതാണ് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ രോഗി സന്ദർശന വേളകളിൽ നടത്താറുള്ള പ്രാർത്ഥന നമ്മളോടും പഠിപ്പിച്ച ദുആയിൽ കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ. അല്ലാഹുവേ, മനുഷ്യരുടെ രക്ഷിതാവായ അല്ലാഹുവേ, ദുരിതങ്ങളും പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണമേ. ഇഷ്ഫി അൻത ശാഫി, നീ ശമനം നൽകണം, ശിഫ നൽകണം, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്, പടച്ച റബ്ബേ, നീ നൽകുന്ന ശമനമല്ലാത്ത യാതൊരു ശമനവും ഇല്ല. അതുകൊണ്ട് ഈ വ്യക്തിയിൽ എനിക്ക് യാതൊരുവിധ രോഗങ്ങളും ബാക്കിയാകാത്ത വിധം പരിപൂർണമായ ശിഫ നൽകണേ. ശിഫ നൽകാൻ കഴിവുള്ളവൻ നീ മാത്രമാണല്ലാ എന്ന് പറയുന്ന ദുആ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ മനുഷ്യരായ നമ്മുടെ പരിമിതികളും കഴിവുകേടുകളും ഒക്കെ തിരിച്ചറിയുന്ന, നമ്മൾ എത്ര കണ്ട് അധ്വാനിച്ചാലും ആഗ്രഹിച്ചാലും നേടിയെടുക്കാൻ കഴിയാത്ത അതിൻ്റെ അതിർവരമ്പുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ജീവിതാനുഭവങ്ങളുടെ ഘട്ടത്തിലാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രാർത്ഥനയും തവക്കുലുമൊക്കെ ഏറെ പ്രസക്തമാകുന്നത്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി പടച്ച റബ്ബിൽ ബരമേൽപ്പിക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും അത് വേണം. എനിക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എൻ്റെ കൂടെ കൂടാൻ കുറെ ആളുകളുണ്ട്, അതുകൊണ്ട് എല്ലാമായി എന്ന് ആരും ധരിക്കേണ്ടതില്ല. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നാം എന്തെല്ലാം പണിയെടുത്താലും
അതിന്റെ റിസൾട്ട് നമുക്ക് നേടിത്തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് അതിനപ്പുറത്തിലേക്ക് ഉള്ളത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ പടച്ച റബ്ബിൽ ബരമേൽപ്പിക്കേണ്ടുന്ന മുറപ്രകാരം ബരമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് അല്ലാഹു ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് അവൻ നൽകും. പക്ഷികൾ എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കി കൂടുകളിൽ ഇരിക്കുന്നില്ല. തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ ഒട്ടിയ വയറുമായി അവ കൂട് വിട്ട് പറന്നു പോവുകയാണ്. എവിടെയെങ്കിലും വെച്ച സാധനം എടുക്കാൻ വേണ്ടിയല്ല, റബ്ബിൽ തവക്കുലാക്കി അല്ലാഹു ഒരുക്കിയിട്ടുള്ള വിഭവങ്ങൾ തേടിപ്പോവുകയാണ്. പക്ഷെ ഒരു പക്ഷിയും പട്ടിണി കിടന്ന് ഒട്ടിയ വയറുമായി മരിച്ചു പോയിട്ടില്ല. വതറൂഹു ബിത്വാന, നിറഞ്ഞ വയറുമായി അവ കൂടണയാറുണ്ട് വൈകുന്നേരം. ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് റബ്ബിൽ തവക്കുലാക്കുന്ന രീതി, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ലക്ഷ്യപൂർത്തീകരണത്തിനായി, പ്രയാസങ്ങൾ നീങ്ങുന്നതിനായി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി നടത്തുന്ന തേട്ടത്തിനാണ് ദുആ എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന, ആ തവക്കുൽ, ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ കൂടെയുണ്ടെങ്കിൽ അയാളെ തളർത്തുവാനും തകർക്കുവാനും ദുനിയാവിൽ ഒരാൾക്കും സാധിക്കുകയില്ല എന്നത് വസ്തുതയാണ്. സത്യവിശ്വാസിയുടെ കൈകളിലുള്ള ഏറ്റവും ശക്തമായ മൂർച്ചയേറിയ ആയുധങ്ങളാണിത്. മുന്നോട്ട് കുതിക്കുവാനുള്ള കരുത്തും ഇന്ധനവുമാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ തവക്കുലും. ഏത് പ്രതിസന്ധിയിലും ശുഭപ്രതീക്ഷ നൽകുന്ന പടച്ച റബ്ബ് ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ആരെല്ലാം കൈയൊടിച്ചാലും, ഏത് ഡോക്ടർമാർ വിധി എഴുതിയാലും, എന്റെ റബ്ബ് തീരുമാനിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ റബ്ബിലേക്ക് ശുഭപ്രതീക്ഷയോടുകൂടി കൈകൾ ഉയർത്തുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന സാർത്ഥകമാവുകയാണ്. ജീവിതത്തിൽ നിർഭയത്വവും സമാധാനവും നൽകുകയാണ്. നോക്കൂ, പടച്ച റബ്ബ് നമ്മെ വിളിക്കുകയാണ് ആ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് വിളിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ ലോകത്തിന്റെ രക്ഷിതാവ് നമ്മുടെ റബ്ബ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ദുആക്ക് ഉത്തരം ചെയ്യാമെന്ന്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ ആയത്തിലും അള്ളാഹു പറഞ്ഞ ആ ശൈലി നമ്മൾ ശ്രദ്ധിച്ചു കേട്ടെ. വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ അടുക്കൽ തന്നെയുണ്ട്, ഞാനുണ്ട് കൂടെ, നീ എന്തിനു വിഷമിക്കണം എന്ന് ചോദിക്കുന്നത് പോലെ. ആരാണ് ചോദിക്കുന്നത്? നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്ത് തന്നെയാണ് എങ്കിലും ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, നിങ്ങൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? എന്നെ മനസ്സിലാക്കി എന്നോട് ദുആ ചെയ്യണം, എങ്കിൽ ആ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യം, വൽ മുറാദു മിൻ ഹാദാ അന്നഹു തആല ലാ യുഖയ്യിബു ദുആഅ ദാഇൻ. ഒന്നാമത്തെ കാര്യം, ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്ന ഒരു വിഷയം, അന്നഹു തആല ലാ യുഖയ്യിബു ദുആഅ ദാഇൻ, ദുആ നടത്തുന്ന, വിളിച്ചു തേടുന്ന ഒരു വിശ്വാസിയുടെയും പ്രാർത്ഥനയെ അള്ളാഹു നിരാശപ്പെടുത്തുകയില്ല എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. വലാ യുശ്ഗിലുഹു അൻഹു ശൈഉൻ, അതിൽ നിന്ന് അതൊക്കെ അവിടെ അങ്ങനെ പലരും വിളിച്ച് ദുആ ചെയ്യും, അതൊന്നും കേൾക്കേണ്ടതില്ല എന്ന രീതിയിൽ അള്ളാഹു അതിനെ വിട്ടുകളയുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല. ബൽ ഹുവ സമീഉദ് ദുആ, ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി ഉയരുന്ന ദുആകൾ അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹുവേ കേൾക്കുകയുള്ളൂ. അതേപോലെ വഫീഹി തർഗീബുൻ ഫിദ് ദുആ, ദുആ ചെയ്യുവാനുള്ള പ്രേരണയും പ്രോത്സാഹനവുമാണ് ഈ ആയത്തിലുള്ളത്. വഅന്നഹു ലാ യുളീഉ ലദൈഹി തആല, ലാ യളീഉ ലദൈഹി തആല, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദുആയും പാഴായി പോവുകയില്ല, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോളൂ എന്നുള്ള പ്രേരണയും പ്രോത്സാഹനവുമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, നിങ്ങൾ തേടുന്ന എല്ലാ തേട്ടത്തിനും ഞാൻ ഉത്തരം ചെയ്യും.
ഫൽയസ്തജീബൂ ലീ, അതിനാൽ എന്നോട് നിങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. വൽയുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ, എന്നിൽ വിശ്വാസം അർപ്പിക്കട്ടെ. ലഅല്ലഹും യർശുദൂൻ, അവർ നേർമാർഗം പ്രാപിക്കാൻ അതാണ് വേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകൾ അദ്ദേഹം ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലാഹ തആല ലയസ്തഹി അൻ യബ്സുതൽ അബ്ദു ഇലൈഹി യദൈഹി യസ്അലു ഫീഹിമാ ഖൈറ ഫയറുദ്ദഹുമാ ഖായിബതൈൻ. അതിൽപ്പെട്ട ഒരു ഹദീസാണത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലയസ്തഹി, അവൻ ലജ്ജിക്കുന്നു, അവൻ നാണിക്കുന്നു, അൻ യബ്സുതൽ അബ്ദു ഇലൈഹി യദൈഹി, അല്ലാഹുവിന്റെ അടിമകൾ അവനിലേക്ക് രണ്ട് കൈകളും നീട്ടുകയും യസ്അലു ഫീഹിമാ ഖൈറ, ആ രണ്ട് കൈയും നീട്ടി അല്ലാഹുവിനോട് നന്മക്ക് വേണ്ടി തേടുകയും ചെയ്തിട്ട് ഫയറുദ്ദഹുമാ ഖായിബതൈൻ, അവരെ നിരാശരായി വെറും കൈയോടെ മടക്കുക എന്നത് പടച്ചറബ് ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹ്ക്ക് ലജ്ജയാണത് എന്നാണ്. അതേപോലെ മറ്റൊരു റിവായത്തിൽ കാണുവാൻ സാധിക്കും, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ, നിങ്ങളുടെ രക്ഷിതാവ് അങ്ങേയറ്റം ലജ്ജയുള്ളവനും മാന്യനുമാണ്. അതുകൊണ്ട് തന്നെ യസ്തഹി അൻ യബ്സുതൽ അബ്ദു യദൈഹി, ഒരടിമ തന്റെ കൈകൾ നീട്ടി റബ്ബിനോട് കേണ് ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഫയറുദ്ദഹുമാ സിഫറ, അതിനെ വെറും കൈയോടെ മടക്കുക എന്നത് റബ്ബ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ, നമ്മൾ നമ്മുടെ കൂട്ടത്തിലെ മാന്യനായ ഉദാരശീലനായ ഒരു വ്യക്തിയോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എന്റെ ഒരു ബുദ്ധിമുട്ടും എന്റെ വിഷമവും പ്രയാസവും ഉണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ, മാന്യനാണ് ആ വ്യക്തിയെങ്കിൽ, മാന്യനാണ് എന്ന് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരോടെ നമ്മൾ അങ്ങനെ പറയുകയുള്ളൂ. നമ്മുടെ മനസ്സ് തുറന്ന് അയാളുമായി ആ സങ്കടം പങ്കുവച്ചാൽ അയാൾ നമ്മളെ നിരാശയോടുകൂടി മടക്കി അയക്കും എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കാറ്. എങ്കിൽ ആ പടച്ച റബ്ബിനോട്, ഇതേപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൃഷ്ടികളെ സൃഷ്ടിച്ച അത്യുദാരനായ റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. പടച്ച റബ്ബിനോടുള്ള ദുആ കൊണ്ട് ഒരാൾക്കും നഷ്ടമോ പരാജയമോ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസി നന്മക്ക് വേണ്ടി ഒരു ദുആ നടത്തുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നിൽ ഒരു കാര്യം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ഒന്നുകിൽ നമ്മൾ ചോദിക്കുന്ന അതേ സംഗതി ഞൊടിയിടയിൽ റബ്ബ് തരും, ചിലപ്പോൾ അതല്പം താമസിപ്പിച്ചേക്കും, പിന്തിപ്പിച്ചേക്കും. അതോടുകൂടി നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ റബ്ബിന് നാം ചോദിക്കുന്ന വിഷയത്തിന്റെ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയവും സന്ദർഭവും അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോ തരാതെ പിന്നീട് നീട്ടിവെക്കുകയായിരിക്കും. എങ്ങനെ? നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ റബ്ബിനോട് എണ്ണിപ്പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിട്ടും അള്ളാഹു എന്താണ് എനിക്ക് ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും ഉത്തരം ചെയ്യാത്തത് എന്ന് പറഞ്ഞ് പരിതപിക്കേണ്ടതില്ല എന്ന്. ഒരുപക്ഷെ അടുത്ത വർഷമായിരിക്കും ഇതിനേക്കാൾ ആ സഹായം നിങ്ങളിലേക്ക് പെയ്തിറങ്ങേണ്ടത് എന്ന് കാരുണ്യവാനായ റബ്ബിനറിയാം. അതുകൊണ്ട് അല്പമൊന്ന് താമസിപ്പിച്ചപ്പോഴേക്കും പൊറുതുകേടും അസ്വസ്ഥതയും വെപ്രാളവും നിരാശയും സങ്കടമൊന്നും വേണ്ട. അപ്പോ ചോദിച്ചത് അങ്ങനെ തന്നെ തരും. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് അത് മാറ്റിവെക്കും. ആ നന്മ ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന പരലോകത്ത് തരാൻ കാരുണ്യവാനായ റബ്ബ് കരുതി വെച്ച് മാറ്റിയെടുത്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് സങ്കടപ്പെടേണ്ടതില്ല. അതുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്റഫ് അൻഹു മിനസ്സൂ, ആ ദുആ നിമിത്തമായി പല ദുരിതങ്ങളും പ്രയാസങ്ങളും നീക്കപ്പെടും. നമ്മൾ എത്രയോ അപകടങ്ങളിൽ നിന്ന് അത്ഭുതപ്പെട്ടു പോകാറില്ലേ? ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ തീർന്നു പോകേണ്ടതായിരുന്നു അപകടത്തിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല അനുഭവങ്ങളും അങ്ങനെ സംഭവിക്കാറുണ്ട്. എത്രയോ ആളുകൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ബിൽഡിങ്ങിന്റെ സ്ലാബ് ഇടിഞ്ഞു വീണ് ജോലിക്കിടയിൽ മരിച്ചുപോയ ആളുകളുടെ ചരിത്രം, വാർത്തകൾ തൊട്ടടുത്ത ദിവസം നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ പല ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ അതിനെയെല്ലാം അള്ളാഹു തടുത്തു മാറ്റിവെക്കുന്നത് നമ്മുടെ ദുആ കൊണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത്, ദുആ ചെയ്യുക എന്നത്, എന്താ ദുആ ചെയ്തിട്ട് കാര്യം എന്ന് ചിന്തിക്കൽ മടയന്മാരും വിഡ്ഢികളും പിശാചിന്റെ പിടുത്തത്തിൽ ഒതുങ്ങിയ ആളുകളും മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. മറിച്ച് വിശ്വാസികളായ ആളുകൾ അവർ റബ്ബിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും, അവർ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അതിന് നിരവധി നേട്ടങ്ങളുണ്ട്. എത്രയോ ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് തന്നെയും ദുആ പരിചയിച്ചവരാണെങ്കിൽ
ഒന്നിലധികം അനുഭവങ്ങൾ പറയാൻ സാധിക്കും. എനിക്ക് പറയാൻ സാധിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് വായിച്ചു വരുമ്പോൾ ആ ഖുർആനിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ഖുർആൻ പറഞ്ഞു തരുന്ന ചരിത്ര സംഭവങ്ങളിൽ പലതും അങ്ങനെയുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതയിൽ പ്രയാസങ്ങളിൽപ്പെട്ട് ഒരു കുട്ടിയുണ്ടാകുവാനുള്ള ആഗ്രഹവും അഭിലാഷവുമായി നീണ്ട കാലം കഴിച്ചുകൂട്ടിയ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചറബിനോട് നടത്തുന്ന ദുആ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 4-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ അദ്ദേഹം അവസാനമായി പറയുന്ന ഒരു കാര്യം, വലം അകും ബിദുആഇക റബ്ബി ശഖിയ, പടച്ചവന് ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ട് റബ്ബ് എനിക്ക് തരാതിരുന്നിട്ടില്ല. നാടും വീടും കുടുംബവും ഒക്കെ ബഹിഷ്കരിച്ച് സ്വന്തം പിതാവ് പോലും ആട്ടിവിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിലേക്ക് കൈകൾ ഉയർത്തി നടത്തുന്ന ഒരു പ്രാർത്ഥന അതേ അധ്യായത്തിൽ സൂറത്ത് മറിയമിൽ 48-49 വചനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അദ്ദേഹം പറയാൻ, വഅഅ്തസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാ, നിങ്ങളെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ചു തേടുന്നു അവരെ എല്ലാവരെയും വിട്ടൊടിഞ്ഞ് ഞാൻ പോവുകയാണ്. വഅദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായി തേടുന്നു, ദുആ ചെയ്യുന്നു. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചതുകൊണ്ട്, എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പരാജയപ്പെട്ടവനായി ഞാൻ മാറുകയില്ല. ഇന്നഹു കാന ബി ഹഫിയ, എന്റെ റബ്ബ് എന്നോട് ഏറെ പ്രിയമുള്ളവനാണ്, ഏറെ കരുണയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്കുകൾ, മനസ്സിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും പിടിച്ചു കുലുക്കുന്നതായി കാണുവാൻ സാധിക്കും. അതേപോലെ സൂറത്തുൽ അംബിയായിൽ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ രംഗം ആ ആയത്തുകളിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, കത്തിക്കരിച്ചു കളയാനുള്ള ശക്തിയും പ്രകൃതവും നൽകിയ ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തണുപ്പും രക്ഷയും നൽകിയ റബ്ബാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ, ആ പ്രവാചകനെ കരിച്ചു കളയാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞ ആളുകൾ, അവരെ അള്ളാഹു പരാജയപ്പെടുത്തി എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അതേപോലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഒക്കെ ചരിത്ര സംഭവങ്ങൾ, ദുആകൾ ആ സൂറത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ദീർഘകാലത്തെ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് പൊറുതുമുട്ടിയ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ, ദുരിതങ്ങളുടെ നീണ്ട പതിറ്റാണ്ടുകളിൽ ഒരിക്കൽ പോലും പടച്ചറബിന് നിരക്കാത്ത, അള്ളാഹുവിനോട് പ്രതിഷേധത്തിന്റെ, ധിക്കാരത്തിന്റെ, എതിർപ്പിന്റെ ഒരു സ്വരവുമില്ലാതെ വളരെ വിനയത്തോടുകൂടി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബി അന്നി മസ്സനിയൽ ദുർ, അള്ളാഹുവേ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് റബ്ബേ. വഅൻത അർഹമുർ റാഹിമീൻ, നീയാകട്ടെ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണ്. എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടും പറയാനില്ല റബ്ബേ. എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനിതാ നിന്നിൽ സമർപ്പിക്കുന്നു, ഇറക്കി വെക്കുന്നു. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിന്റെ ദുരിതങ്ങളെല്ലാം നാം മാറ്റിക്കൊടുത്തു. എപ്പോ? ചോദിച്ച ഇന്നലെ ചോദിച്ചപ്പോൾ ഇന്ന് കിട്ടാത്തതിന്റെ പേരിൽ പൊറുതിമുട്ടുന്നവരെ, വിഷമിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്ക് പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ട വർഷങ്ങളിൽ അദ്ദേഹത്തെ രോഗം നൽകി പരീക്ഷിച്ചപ്പോഴും അദ്ദേഹം പൊറുതികേട് കാണിക്കാതെ, അസ്വസ്ഥനാകാതെ റബ്ബിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം നൽകി, അദ്ദേഹത്തിന്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹു, അദ്ദേഹത്തിന്റെ മക്കൾ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു പോയി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അതിന് ഇരട്ടിയായി, 10 മടങ്ങായി തിരിച്ചു നൽകുകയും ചെയ്തു. റഹ്മതം മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യത്താൽ, അനുഗ്രഹത്താൽ. വദിക്റാ ലിൽ ആബിദീൻ,
റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളായ അടിമകളുണ്ടോ അവർക്ക് ഒരു ഉണർത്തുപാട്ടായി ഓർമ്മപ്പെടുത്തലുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ് സഹോദരങ്ങളെ. ഫിർഔനിൽ നിന്നും ഫിർഔനിന്റെ സൈന്യത്തിൽ നിന്നും അത്ഭുതകരമായി കടൽ പിളർത്തി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച വിശ്വാസികളെ കരകയറ്റിയ പടച്ച റബ്ബ്, അതേപോലെ കൂരാക്കൂരിരുട്ടിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വമ്പൻ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ അള്ളാഹു. അവിടെയും ദുആയുടെ ശക്തി നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അംബിയായിൽ തന്നെ അല്ലാഹ് പറയാൻ, ഫനാദാ ഫിൽ ളുലുമാത്ത്, ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു നമ്മെ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രാത്രിയുടെ കൂരാക്കൂരിരുട്ട്, സമുദ്രത്തിനടിയിലാകുമ്പോൾ ഉള്ള അതിലേറെയുള്ള ശക്തമായ ഇരുട്ട്, അതിനും അപ്പുറത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറ്റബോധത്താൽ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ എനിക്ക് അഭയമായി, രക്ഷയായി, ആശ്രയമായി വേറെ ആരുമില്ല. ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തു പോയിട്ടുണ്ട്, എന്നെ രക്ഷിക്കണേ അല്ലാ എന്ന് പറഞ്ഞപ്പോൾ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ കരകയറ്റി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അത് കേവലം ഒരു യൂനുസിനുള്ള പ്രത്യേകതയല്ല, എന്റെ വിശ്വാസികളായ എല്ലാ അടിമകൾക്കും അപ്രകാരമാണ് നാം രക്ഷയൊരുക്കുന്നത് എന്ന് പറഞ്ഞ് ആ പടച്ച റബ്ബ്, ആ റബ്ബിനെ അറിയാൻ, ആ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്നതാണ് ചോദ്യം. ആ പടച്ച റബ്ബ് ഒരിക്കലും ദുർബലനല്ല, തരാത്തവനല്ല, സർവശക്തനും അതീവ ദയാലുവും കാരുണ്യവാനുമാണ് നമ്മുടെ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ കൈകൾ നിറഞ്ഞതാണ്. അവന്റെ കൈകളിലുള്ളത് ചെലവഴിക്കുന്നതോടുകൂടി ഇല്ലാതെയായി തീർന്നു പോകുന്നില്ല, ചുരുങ്ങി പോകുന്നില്ല. സഹാഉൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ധാരാളമായി അത്യുദാരനായി ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ, അല്ലാഹു തരും. യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, നിങ്ങളിൽ ഓരോരുത്തർക്കും അല്ലാഹു ഉത്തരം ചെയ്യും, നിങ്ങൾ പൊറുതികേട് കാണിക്കാതെ ധൃതി കൂട്ടാതിടത്തോളം കാലം. എന്താണ് പൊറുതികേട് കാണിക്കുക, ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? യഖൂൽ ദഅഉതു ഫലം യുസ്തജബ് ലി, ഞാൻ ദുആ ചെയ്തു, എനിക്ക് ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾക്കല്ലാത്ത പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് ചോദിക്കുന്നവർക്കൊക്കെ റബ്ബ് കൊടുത്തിട്ടുണ്ട്. നമുക്കും റബ്ബ് തരും, നമുക്ക് റബ്ബ് നൽകിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചോദിക്കുവാനും അതേപോലെ അത് വാങ്ങിയെടുക്കുവാനും പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മൾ നോമ്പെടുക്കുന്ന റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ ആ ദുആക്കേറെ പ്രസക്തിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതിയ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത് നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു സന്തോഷ വാർത്തയാണ് എന്ന്. കാരണം 183-ാമത്തെ ആയത്ത് മുതൽ 187 ആയത്ത് അല്ലെങ്കിൽ 88 ആയത്തുകൾ വരെയും നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണ്, വിധിവിലക്കുകളാണ്, നിയമങ്ങളാണ് അള്ളാഹു വിശദീകരിച്ചത്. അതിനിടയിൽ അള്ളാഹു ഒരായത്ത് പറഞ്ഞതാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, എന്നെ സംബന്ധിച്ച് എന്റെ അടിമകൾ പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തേക്കണം, ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട്.
അവരെന്നോട് അവരുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാദികളും ഒക്കെ പറഞ്ഞ് ദുആ ചെയ്യട്ടെ, അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം പറഞ്ഞു ആ ആയത്തിന്റെ വിശദീകരണത്തിൽ. വഫീ ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ അല ദുആ, ദുആ ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഈ ആയത്ത് ഇവിടെ പറഞ്ഞതിൽ പ്രത്യേകം ഒരു ഹിക്മത്തുണ്ട്. മുതഹല്ലിലത്തും ബൈന അഹ്കാമിസ് സിയാം, നോമ്പിന്റെ വിധിവിലക്കുകൾക്ക് ഇടയിൽ ആ പ്രാർത്ഥന പറഞ്ഞതിൽ ഒരു യുക്തിയുണ്ട്. ഇർഷാദുൻ ഇലൽ ഇജ്തിഹാദി ഫി ദുആ, ദുആക്ക് വേണ്ടി നിങ്ങൾ നോമ്പുകാരായ വിശ്വാസികളെ ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു വ്യക്തമായ ഡയറക്ഷൻ, ഒരു സൂചനയും ചൂണ്ടുപലകയുമാണ് ആ ആയത്ത്. ഇൻദ ഇക്മാലിൽ ഇദ്ദതി ബൽ വഇൻദ കുല്ലി ഫിത്രി, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം റമദാൻ പൂർത്തിയാക്കി പെരുന്നാളിന്റെ സമയത്ത് മാത്രമല്ല, ഓരോ നോമ്പിന്റെയും പൂർത്തീകരണത്തിന്റെ വേളയിലും മാത്രമല്ല, സദാസമയത്തും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ, 3 ദുആകൾ, ആ ദുആക്ക് ഉത്തരം കിട്ടും. വേറെ ചില റിവായത്തുകളിൽ കാണാം സലാസു ദഅവാത്തിൻ ലാ തുറദ്, അല്ലാഹു പരിഗണിക്കാതെ തട്ടിവിടുന്ന കൂട്ടത്തിൽ പെടുകയില്ല 3 ആളുകളുടെ ദുആ. ഏതാണ് ആ 3 ദുആ? ഒന്ന് ദഅവത്തുസ് സ്വായിം, നോമ്പുകാരുടെ ദുആയാണ്. അതേപോലെ തന്നെ ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. അതേപോലെ ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. അപ്പൊ ഇതിൽ നോമ്പുകാരായി നമ്മൾ വിശപ്പും ദാഹവും ക്ഷമിച്ച് സഹിച്ച് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പടച്ചറബിന് വേണ്ടി വ്രതമെടുത്ത വിശ്വാസികളായ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്താൽ ആ റബ്ബ് ദുആ തട്ടിക്കളയുകയില്ല, അത് പ്രത്യേകം സ്വീകരിക്കും, ഉത്തരം കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പറഞ്ഞത്. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സമയമായി പറഞ്ഞതല്ല. നോമ്പുകാരായ ആളുകളുടെ ദുആക്ക് എപ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട്. നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ല എന്നർത്ഥം. ഹദീസ് പണ്ഡിതന്മാർ ദുർബലത പറഞ്ഞിട്ടുള്ള ഒരു റിവായത്താണെങ്കിലും അതിലേക്ക് സൂചന നൽകുന്ന ഒരു റിവായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. സലാസുൻ ലാ തുറദ്ദു ദഅവത്തുഹും, 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് പറഞ്ഞത് അസ്വായിം ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതുവരെയുമുള്ള സമയം. രാവിലെ നമ്മൾ സുബഹി ബാങ്ക് കൊടുത്തത് മുതൽ നോമ്പുകാരൻ, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയും നമ്മൾ നോമ്പുകാരൻ. ആ വിശാലമായ സമയത്തൊക്കെ നാം നടത്തുന്ന ദുആ അല്ലാഹു തള്ളിക്കളയുകയില്ല എന്നാണ് ഹദീസിലുള്ളത്. അതേപോലെ എപ്പോഴും വിശ്വാസികൾക്ക് ഏത് സമയത്തും റബ്ബിനോട് ചോദിക്കാം. വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ രാവും ഓരോ പകലും ഓരോ മുസ്ലിമിനും ഉത്തരം കിട്ടുന്ന ദുആയുടെ സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നോമ്പുകാരായിരിക്കെ ഈ അമൂല്യമായ ആ ഗിഫ്റ്റിനെ സംബന്ധിച്ച് ധാരണയില്ലാതെ, ദുആ ചെയ്യാൻ നാവും മനസ്സും വരാതെ വേറെ പല കാര്യങ്ങളിലും നമ്മൾ സമയം കളയുമ്പോൾ ആലോചിക്കുക, നോമ്പുകാരനായ നോമ്പുകാരിയായ ഒരു വിശ്വാസിയുടെ വിശ്വാസിനിയുടെ പ്രാർത്ഥനക്ക് പടച്ച റബ്ബ് എത്ര കണ്ട് വില നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ സകലമാന സങ്കടങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യക്തിപരമായ സ്വകാര്യമായ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും, സങ്കടങ്ങൾ ഉണ്ടായിരിക്കും. മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ച് കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. മാതാപിതാക്കളെ സംബന്ധിച്ച് വിഷമിക്കുന്ന അപമാനഭാരത്താൽ സങ്കടം പേര് നടക്കുന്ന മക്കളുണ്ടായിരിക്കും. ആർക്കും അവരെ നന്മയാഗ്രഹിക്കുന്നുവെങ്കിൽ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇദാ അഫ്തറ ദഅ അഹ്ലഹു വവലദഹു വദഅ, ഭാര്യയെയും മക്കളെയും ഒക്കെ വിളിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം ദുആ ചെയ്തിരുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ സഹോദരങ്ങളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകൾ, കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിന് വേണ്ടി. പ്രത്യേകിച്ച് നമുക്കറിയാം, ഫാസിസവും അതേപോലെ തന്നെ സിയോണിസവും കൈകോർക്കുന്ന വാർത്തകളും കാഴ്ചകളും നമ്മൾ കാണുമ്പോൾ വിശ്വാസികളുടെ നന്മക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക് നിരവധി അവസരവും അനുകൂലമായ സാഹചര്യവും വരുമ്പോൾ തീർച്ചയായും നമ്മൾ ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ദുർബലരായ ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെ ഉണ്ട്.
നമ്മുടെ നാടിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. അതൊന്നും ഒരിക്കലും നഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം മാത്രം പറയണമെന്നല്ല. നമ്മുടെ കാര്യം മാത്രം പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് എന്തോ കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകുമെന്നത് പടച്ചറബിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ചോദിച്ചാൽ രണ്ട് നേട്ടങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് കൂടി നന്മ ആഗ്രഹിക്കുമ്പോൾ ആ പുണ്യം. രണ്ടാമത്, മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. വലക ബിമിസിൽ, നിനക്കും അള്ളാഹു അതുപോലെയുള്ളത് തരട്ടെ. നമ്മുടെ ദുആ ഒരുപക്ഷെ അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ മലക്കുകളുടെ ദുആ സ്വീകരിക്കാൻ അത് മതിയാകും. അപ്പോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി പറയുമ്പോൾ എന്റേത് ചുരുങ്ങിപ്പോകുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. മറിച്ച് അതുകൂടി ചേർത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അനവധിയാണ്. അതേപോലെ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അത്താഴത്തിന്റെ സമയം, അസ്സുലുസുൽ അഖീർ, രാത്രിയുടെ അന്ത്യയാമം, ഓരോ ദിവസവും റമദാനും അല്ലാത്തപ്പോഴുമൊക്കെ റബ്ബ് ഏറെ പ്രിയപ്പെടുന്ന ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന് അവന്റെ അടിയാറുകളോട് ചോദിക്കും, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ ചോദിച്ചോ, പറയാനുണ്ടോ പറഞ്ഞോ, ഞാൻ കേൾക്കാം, നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പക്ഷേ ആ ചെവി കൊടുക്കാൻ, ആ രീതിയിലേക്ക് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കാത്ത ആളുകൾ ആ സമയവും നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചോദിച്ചു വാങ്ങാനുള്ളതെല്ലാം റബ്ബിനോട് പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ സാധിക്കണം. നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് പരിതപിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പാപമോചനം നേടിയെടുക്കാനാണോ റബ്ബ് ഒരുക്കമാണ്, തരാൻ സന്നദ്ധനാണ്. ഇന്നലില്ലാഹി ഉത്തഖാ, നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് ഓരോ രാത്രിയും മോചിപ്പിക്കുന്ന അടിമകൾ അള്ളാഹുവിനുണ്ട് എന്ന് റമദാനിന്റെ പ്രത്യേകതയായി പറഞ്ഞത്. അത് ഏതെങ്കിലും ഒരു ദിവസമല്ല, വദാലിക ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയിലുമുണ്ട്. ഏതെങ്കിലും ഒരു 10 മാത്രമല്ല, റമദാനിന്റെ ആദ്യം മുതൽ അവസാനം വരെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന അടിയാറുകളുണ്ട്. അതിൽ പെടാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നോമ്പ് തുറക്കുന്ന സമയവും അതിന്റെ മുമ്പുള്ള സമയവും അതിന്റെ ശേഷമുള്ള സമയവും, നോമ്പിന്റെ പകലും രാത്രിയുമുള്ള എല്ലാ സമയവും റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2 ആളുകൾ പ്രത്യേകം ദുആ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, തന്റെ സഹോദരി ക്യാൻസർ രോഗിയായി പ്രയാസപ്പെടുകയാണ്, ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞൊരു സഹോദരൻ. അള്ളാഹു ആ സഹോദരിയുടെ രോഗവും വേദനയും പ്രയാസങ്ങളും ഒക്കെ നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്. അദ്ദേഹം ആമാശയത്തിൽ ക്യാൻസർ ബാധിച്ച് കുടല് നീക്കം ചെയ്ത് വളരെ പ്രയാസകരമായൊരവസ്ഥയിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ ഈ സദസ്സിൽ തന്നെ നിരവധി രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള പല ആളുകളുമുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ജമാലിക്കയുടെ ഭാര്യയുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പലരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കുകയും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.